ഐറ്റംസ് ഉണ്ട്. സ്പീഡായിട്ടാ ഇത് ഒന്ന് ഹായ് അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സൂപ്പർ മോം സീരീസിൽ നിന്ന് ഫെബിയാണ്. അപ്പോൾ ഇന്ന് ഞങ്ങളിത് ഷോപ്പിംഗ് ഉദ്ദേശിച്ച് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് നേരത്തെ വന്നിട്ട് ഇവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു. അവൾ വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് അവിടെ റിലാക്സ് ചെയ്യാണ്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഞാൻ ഇന്നത്തെ ഷോപ്പിംഗ് എനിക്കുള്ളതല്ല, നമ്മുടെ 2 സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് അവരുടെ വീട് കൂടലിന് ആവശ്യമായിട്ടുള്ള ഐറ്റംസ് പർച്ചേസ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഷോപ്പിംഗ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇന്ന് തന്നെ ഹോം സെൻറ്ററിലേക്കാണ് വന്നത്. കാരണം അവർ സ്ക്രീൻഷോട്ട് അയച്ചിട്ട് കുറച്ച് ഐറ്റംസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ പിന്നെ ഇവിടെ ആകുമ്പോൾ നമുക്ക് എല്ലാ സാധനവും അണ്ടർ 1 റൂഫ് കിട്ടുമല്ലോ. അതുകൊണ്ട് കുറേ ഐറ്റംസ് ഞാൻ ഇവിടെ നിന്ന് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. അത്യാവശ്യം നല്ല നല്ല ഐറ്റംസ് ഉണ്ട്. പിന്നെ ക്വാളിറ്റി വൈസ് നോക്കുകയാണെങ്കിലും അടിപൊളിയാണ്. അപ്പോൾ ഇതാ ഞങ്ങൾ ആദ്യം തന്നെ ബാസ്ക്കറ്റിൻ്റെ സെക്ഷനിലേക്കാണ് വന്നിരിക്കുന്നത്. അവർക്ക് പ്രെയർ റൂമിൽ നമ്മുടെ നിസ്കാരക്കുപ്പായൊക്കെ വെക്കാൻ പാകത്തിനുള്ള ഒരു ബാസ്ക്കറ്റ് വേണം. 2 ക്ലയൻസും നല്ല കോപ്പറേറ്റീവാണ്. പക്ഷെ 2 ഞാൻ ഒന്നിച്ച് ചെയ്യാറില്ല. ഒരാൾക്ക് വേണ്ടി ഒരു ദിവസം ചെയ്താൽ നെക്സ്റ്റ് ഡേ അടുത്ത ആൾക്ക് വേണ്ടിയിട്ട്. കാരണം 2 മിക്സ് ആകുമ്പോൾ നമുക്കിങ്ങനെ ഈ പിന്നെ എടുക്കുന്നതിനിടയിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റ് ചെയ്യലെല്ലാം വലിയ പാടാണ്. അതുകൊണ്ട് പിന്നെ സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഒരുവിധം എല്ലാ ഐറ്റംസും അവർ തന്ന ലിസ്റ്റിലുണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരാൾക്ക് വേണ്ടിയിട്ട് ശരിക്കും നമുക്കൊരു 3 ദിവസം മെനക്കെട്ടാൽ മതിയാവും. 3 ദിവസം ഒരു 3.5 hours ഒരു ദിവസം അങ്ങനെ മെനക്കെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു 3 ദിവസം കൊണ്ട് എല്ലാ സാധനങ്ങളും കളക്ട് ചെയ്യാൻ പറ്റും. അവരും ഞാനും നല്ലപോലെ സഹകരിക്കുകയാണെങ്കിൽ നമുക്ക് കാര്യങ്ങൾ എളുപ്പമാണ്. അപ്പോൾ ഫൈനലി അവർ ഒരു ബാസ്ക്കറ്റ് ചൂസ് ചെയ്തിട്ടുണ്ട്. ഇതാ ഈ ഒരു ബാസ്ക്കറ്റാണ് അവർ ചൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. പ്രെയർ റൂമിൽ ഇങ്ങനെ പ്രയർ ഡ്രസ്സും അങ്ങനെയുള്ള ഐറ്റംസൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഉള്ള ആവശ്യാർത്ഥം ചൂസ് ചെയ്തതാണ്. ഇതെല്ലാ പ്രോഡക്റ്റിൻ്റെയും പ്രൈസ് ടാഗ് ഞാൻ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് സൂം ചെയ്ത് നോക്കിയാൽ പ്രൈസ് ടാഗ് കാണാം. ഇതിൽ വേറൊരു വീഡിയോ ഇതിലേക്ക് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ഞാൻ പുതിയൊരു ഫോൺ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതായത് iPhone 16 Pro Max ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ നിന്ന് ഒന്ന് അപ്ഗ്രേഡ് ചെയ്തതാണ് iPhone 17 Pro Maxലേക്ക്. അൽഹംദുലില്ലാഹ് ഭയങ്കര സന്തോഷമുണ്ട്. ഇത് ഫോൺ ലോഞ്ചായ സമയത്ത് ഞാൻ ആപ്പിളിൻ്റെ സൈറ്റിൽ ബുക്ക് ചെയ്തതായിരുന്നു. എന്നിട്ട് ഇപ്പോൾ റീസെൻ്റ്ലിയാണ് കയ്യിൽ കിട്ടിയത്. സെൽഫ് ഗിഫ്റ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ഒരു സംഭവം ചെയ്തിരിക്കുന്നത്. അതായത് ഞാൻ എൻ്റെ ഏർണിങ്സിൽ തന്നെ ആണ് ഈ ഒരു iPhone 17 Pro Maxും പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഇയർലി അപ്ഗ്രേഡ് ചെയ്യുന്നതിൻ്റെ കാരണം ഇതാണ്. കാരണം എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നത് ഈ ഒരു ഫോണിലൂടെയാണ്. ബിസിനസ് ആയാലും എൻ്റെ കുക്കിംഗ് വീഡിയോസും ഇനിയിപ്പോൾ യൂട്യൂബും എല്ലാ സംഭവങ്ങളും ഇതിലൂടെയാണ്. ഇതാണ് ശരിക്കും എൻ്റെ ഒരു വർക്ക് സ്പേസ് എന്ന് പറയുന്നത്. ഈ ഒരു ഫോണാണ് എൻ്റെ വർക്ക് സ്പേസ്. അപ്പം അത് അപ്ഗ്രേഡ് ചെയ്യുന്നത് എനിക്ക് ഒരിക്കലും റിഗ്രറ്റ് ചെയ്യാറില്ല. അതിനെക്കൊണ്ട് എനിക്ക് ഉപകാരം മാത്രമേ ഉള്ളൂ. എന്തായാലും അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് ചോദിച്ചാൽ എൻ്റെ അൺബോക്സിങ്ങും കാര്യങ്ങളും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ 16 Pro Maxൽ എടുത്ത വീഡിയോസ് ആയിരുന്നു. അതും നല്ല ഫോണാണ് കേട്ടോ. നല്ല ക്യാമറ ക്ലാരിറ്റിയും എല്ലാം ഉള്ള ഫോണാണ്. പിന്നെ ഇപ്രാവശ്യത്തെ ഫോണിൽ ഒരു ചേഞ്ചസ് ഒക്കെ വന്നതുകൊണ്ട് അപ്ഗ്രേഡ് ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം ഈ ഒരു ഫോണിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് ക്യാമറ സെറ്റിങ്സ് അടിപൊളിയാണ്. പിന്നെ ഫ്രണ്ട് ക്യാമറയും പിന്നെ അത് എല്ലാത്തിലും എന്തൊക്കെയോ ചേഞ്ചസ് അത്യാവശ്യം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് എന്താ പറയുക, അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ക്യാമറ ചേഞ്ച് ഉണ്ടെന്ന് കണ്ടതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിലേക്ക് അപ്ഗ്രേഡ് ചെയ്തത് കേട്ടോ. നെക്സ്റ്റ് ക്ലയൻറ്റിന് വേണ്ടിയിട്ട് വേസ്റ്റ് ബിന്നിൻ്റെ സെക്ഷനിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ സെൻസറുള്ള വേസ്റ്റ് ബിന്നാണ് അവർ ചൂസ് ചെയ്തത്. എനിക്ക് തോന്നുന്നു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2 വേസ്റ്റ് ബിൻ, ഒന്ന് സെൻസർ ഉള്ളതും ഒന്ന് അതല്ലാത്തതും നോർമലായിട്ടുള്ളതും. അപ്പോൾ ഇതിൽ നിന്ന് ആ ഒരു ബ്ലാക്ക് ഐറ്റമാണ് അവർ ചൂസ് ചെയ്തത്. അത് നമ്മൾ ജസ്റ്റ് കൈ അതിന് മുകളിൽ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ അത് ഓപ്പൺ ആവും. വേസ്റ്റ് അതിലിട്ട് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ക്ലോസ് ആവും. അതാണ് അതിൻ്റെ സിസ്റ്റം. പിന്നെ രണ്ടാമത് ഞാൻ വാങ്ങിയത് ഒരു സോഫ്റ്റ് ക്ലോസ് ഉള്ള
ഒരു നോർമൽ ഡസ്റ്റ്ബിൻ ആയിരുന്നു കേട്ടോ. അത് രണ്ടുമാണ് അവർ ചൂസ് ചെയ്തത്. ശേഷം ഇതാ കട്ട്ലറി സെക്ഷനിലേക്ക് വന്നിട്ടുണ്ട്. അവർ ചൂസ് ചെയ്ത തീം എന്ന് പറയുന്നത് വൈറ്റ് ടു ബീച്ച് കളറാണ്. അതായത് വൈറ്റും ബീച്ചും കോമ്പിനേഷൻ ഉള്ളത്, അല്ലെങ്കിൽ വൈറ്റ് തന്നെ ഫുൾ വൈറ്റ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ബീച്ച്, അങ്ങനെ ചില ഐറ്റംസ് മാത്രം ഗോൾഡൻ കൂടി അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കട്ട്ലറി അവർ ചൂസ് ചെയ്തത് ഒരു മാറ്റ് ഫിനിഷുള്ള ഗോൾഡൻ സംഭവമാണ് കേട്ടോ. ഐറ്റംസൊക്കെ അവർ എൻ്റെ അടുത്ത് തന്നെ ചൂസ് ചെയ്യാനായിരുന്നു പറഞ്ഞത്. അതായത് എനിക്ക് വിട്ട് തന്നിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും ചിലത് എനിക്ക് എന്തായാലും, അതായത് ഏതൊക്കെയോ കുറച്ച് ഐറ്റംസ് അല്ലാതെ ബാക്കി എല്ലാവരും എനിക്ക് വിട്ടു തന്നതായിരുന്നു. പക്ഷേ എന്നാലും ഞാൻ അവരുടെ അടുത്ത് പോയിട്ട് ഡൗട്ട് ക്ലിയർ ചെയ്തിട്ടാണ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായത്. ഒരുവിധം എല്ലാം പ്രീമിയം ഐറ്റംസാണ് അവർ ചൂസ് ചെയ്തതും എല്ലാം. അതായത് ക്വാളിറ്റി വൈസും, അതായത് അവർക്ക് ക്വാളിറ്റി അടിപൊളിയായാൽ മതി, കാണാൻ നല്ലൊരു സ്റ്റാൻഡേർഡുള്ള ഒരു സംഭവങ്ങൾ മതി. അപ്പോൾ ആ ഒരു രീതിയിലായിരുന്നു ഐറ്റംസ് എല്ലാം ചൂസ് ചെയ്തത്. ഇത് ഞാൻ അവിടെ ഒരു പുതിയ കളക്ഷൻ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണ് കേട്ടോ. അതായത് കപ്പ് ആൻഡ് സോസർ സെറ്റ് കണ്ടപ്പോൾ എനിക്കത് നല്ല രസമായിട്ട് തോന്നി. അതുപോലെ ഇതൊക്കെ പുതിയ കളക്ഷനിൽ വരുന്നതാണ്. ഞാൻ പറഞ്ഞില്ലേ, റീസെൻ്റ്ലി ഞാൻ വിസിറ്റ് ചെയ്ത സമയത്ത് ഒരുപാട് ന്യൂ അപ്ഡേറ്റ്സ് ഒന്നും ഹോം സെൻറ്ററിൽ ഉണ്ടായിട്ടില്ല. എന്നിരുന്നാലും പുതിയതായിട്ട് എനിക്ക്, അതായത് കുറേ ആയിട്ട് കാണാത്ത പുതിയ കളക്ഷൻസ് ഉണ്ടല്ലോ, അത് കാണുമ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പം കുറച്ചായിട്ട് ട്രെൻഡിയോളിൻ്റെ ക്യാമ്പയിനിലും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൽ അടിപൊളി മഗ്സിൻ്റെ കളക്ഷൻസ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് എനിക്കിവിടെ നമ്മുടെ ഇവിടെയുള്ള ഷോറൂംസിലൊക്കെ കാണുന്നത് ഒന്നുമല്ലെന്ന് തോന്നിപ്പോവാറുണ്ട്. അത്രമാത്രം കളക്ഷൻസ് അതിലുണ്ട്. ഞാൻ വേണമെങ്കിൽ ആ ഒരു ലിസ്റ്റിൻ്റെ ലിങ്ക് പിന്നെ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് കൊടുക്കാം കേട്ടോ. അടിപൊളി കളക്ഷൻസാണ് ട്രെൻഡിയോളിലുള്ളത്. ഞാനതിങ്ങനെ ഓരോ കളക്ഷൻ്റെ ലിസ്റ്റാക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ട്, യു എയിലുള്ളവർക്കാണ് ആവശ്യമുണ്ടെങ്കിൽ, യു എ എന്നല്ല അത് GCC ആയാലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ആ ലിങ്കിൽ കയറിയിട്ട് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. നമ്മുടെ ഈ ഒരു മഗ്സ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ കാണിച്ചതാണ് അവർ കട്ട്ലറി സെറ്റ് ചൂസ് ചെയ്തത്. പിന്നെ അവർക്ക് ചെറിയതും അതിൻ്റെ മീഡിയം സൈസിലുള്ള സ്പൂൺസൊക്കെ എക്സ്ട്രാ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാനിത് എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ എന്തായാലും നമ്മൾ ആ സെറ്റിലുള്ളത് കൂടാണ്ട് എന്തായാലും റഫ് യൂസിനൊക്കെ എന്തായാലും വേണമല്ലോ. അപ്പോൾ ആ ഒരു ഉദ്ദേശത്തിൽ അവർക്ക് സെപ്പറേറ്റ് സ്റ്റീലിൻ്റെത് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതും പർച്ചേസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ പറയുകയാണെങ്കിൽ ഒരു ദിവസം പോയ ഷോപ്പിംഗ് വീഡിയോസാണ് ഞാൻ ഇന്നത്തെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ഡേ പോയതൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല. കാരണം കൂടുതലും അവർ ഞാൻ മുൻപ് കാണിച്ച വീഡിയോസിലുള്ള ഐറ്റംസ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചിട്ടുള്ളതായതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് ഷോറൂമിൽ നിന്ന് എടുത്തിട്ട് വന്നെന്നല്ലാതെ വീഡിയോ ആഡ് ചെയ്യും. പിന്നെ പുതിയത് എന്തെങ്കിലും പർച്ചേസ് ചെയ്യുമ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്നുള്ളത് കേട്ടോ. പിന്നെയെന്ന് വെച്ചാൽ നമ്മുടെ കുക്ക് വെയർ, അതായത് വെസൽസ് ഉണ്ടല്ലോ, അതിൻ്റെ കളക്ഷൻസിൽ നിന്ന് അവർക്ക് ഏതൊക്കെയോ ഐറ്റംസൊക്കെ 2 പേരും ഓർഡർ ചെയ്തിട്ടുണ്ട്. അതെല്ലാം പിന്നെ സെപ്പറേറ്റ് ആയിട്ട് ഞാൻ കാണിക്കുന്നില്ല, കാരണം അതെല്ലാം മുൻപ് പല വീഡിയോസിലായിട്ട് ഞാൻ ഷെയർ ചെയ്തതാണല്ലോ. അപ്പോൾ ഇതെല്ലാം അവർ എടുത്ത ഐറ്റംസാണ് കേട്ടോ. ഇതെല്ലാം പുതിയ കളക്ഷനാണ്. ഈ ഒരു ബീച്ച് കളർ, പിന്നെ കുക്കീസിൻ്റെ ചെറിയ ബോക്സ്, സ്റ്റോറേജ് ബോക്സ് നല്ല ഭംഗിയുണ്ട് കാണാൻ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ തന്നെ പിന്നെ കാനിസ്റ്റേഴ്സ് ഉണ്ട്, അതുപോലെ ബ്രെഡ് ബിൻ ഉണ്ട്, അതൊക്കെ ഉണ്ടായിരുന്നു. അത് പുതിയ കളക്ഷനിൽ വരുന്നതാണ്. പിന്നെ ഇതും അവർ ചൂസ് ചെയ്തിട്ടുണ്ട്. ഇതാണോ ചൂസ് ചെയ്തത്? ഇനിയിപ്പോൾ ഇത് ആദ്യം ഇത് പറഞ്ഞിട്ട് ശേഷം കുറച്ച് കഴിഞ്ഞപ്പം അവർ ഈ സെയിം തീമിലുള്ളതിലേക്ക് മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് ഓർമ്മയില്ല. ഇത് 2-3 days ബാക്ക് എടുത്തതായിരുന്നു, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ഓക്കെ, ഇതാണ് ബ്രെഡ് ബിൻ അവർ ചൂസ് ചെയ്തത്. ഇത് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അവർക്ക് ഒരു സിമ്പിളായിട്ടുള്ള ഡിഷ് റാക്ക് വേണമെന്നുണ്ടായിരുന്നു. കൗണ്ടർ ടോപ്പിലൊരു കോർണറിലാക്കിയിട്ട് വെക്കാൻ വേണ്ടിയിട്ട്, അധികം ഹെവിയൊന്നുമല്ലാത്ത സിമ്പിളായിട്ടുള്ള ഒരെണ്ണം. അപ്പം അതാണിപ്പം നെക്സ്റ്റ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഇതാണ് ആ ഒരു ഡിഷ് റാക്ക്. ഇത് ഞാൻ മുൻപ് ഇവിടെ കണ്ടിട്ടുണ്ടായിട്ടില്ല കേട്ടോ. മുകളിലും ഇതുപോലൊരു ട്രേ വരുന്നുണ്ട്, താഴത്തെ പോർഷനിലും ട്രേ വരുന്നുണ്ട്. അതായത് 3 തട്ടുകളായിട്ടുള്ള എല്ലാത്തിലും ട്രേ വരുന്നുണ്ട്. അത്യാവശ്യം എനിക്ക് തോന്നുന്നു നമുക്ക് എക്സ്ട്രാ പ്ലേറ്റ്സ് ഒക്കെ വരുന്നതെല്ലാം നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പാകത്തിന് അങ്ങനെ ഒരു സ്റ്റോറും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഭവങ്ങളുണ്ടെങ്കിൽ, അതായത് ക്യാബിനകത്ത് തന്നെ അങ്ങനെ ഒരു സ്പേസ് ഉണ്ടെങ്കിൽ നമുക്ക് പ്ലേറ്റ്സ് ഒക്കെ ഇതിന് മുകളിൽ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അതായത് എക്സ്ട്രാ വരുന്ന പ്ലേറ്റ്സൊക്കെ. പിന്നെ ഇത് ഒരു ഡിഷ് ഡ്രെയിനറാണ്. അതായത് നമുക്ക്
പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് ജസ്റ്റ് ഒന്ന് ഉണക്കാൻ വെക്കുമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സംഭവമാണിത്. പിന്നെ ഇതൊരു ലിക്വിഡ് ഡിസ്പെൻസർ, ഇതും അവർ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ഒരു ഓയിൽ ഡിസ്പെൻസറാണ്, അത്യാവശ്യം സൈസുള്ള ഓയിൽ ഡിസ്പെൻസറും പിന്നെ സ്പ്രേയറാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് ഞാൻ മുൻപ് അവിടെ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇപ്പോഴാണ് ശരിക്കും ഒന്ന് ശ്രദ്ധിച്ചത്. പിന്നെ ഈ ഒരു സ്പ്രേയർ അത്യാവശ്യം കുറച്ച് അധികം ക്വാണ്ടിറ്റി വെക്കാൻ പറ്റും. പിന്നെ സ്പ്രേയർ കൊണ്ട് എനിക്ക് ഫീൽ ചെയ്ത ഒരു യൂസ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരുവിധം എല്ലാ കാര്യത്തിനും ഈ ഒരു സ്പ്രേയർ യൂസ് ചെയ്തിട്ട്, അതായത് ഡയറക്റ്റ് ഞങ്ങൾ ഇങ്ങനെ ശരിച്ചിട്ട് ഒഴിക്കാതെ സ്പ്രേയർ വെച്ചിട്ട്, ഇപ്പോൾ കടുക് വറുക്കാനായാലും അല്ലെങ്കിൽ എന്താവശ്യത്തിനാണ് സ്പ്രേയർ യൂസ് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓവറായിട്ട് ഓയിൽ യൂസേജ് വരില്ല. ആ കുറച്ച് സ്പ്രേ മാത്രമേ നമ്മളത് സ്പ്രേ ചെയ്യാൻ നിൽക്കുള്ളൂ. അപ്പം അങ്ങനെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഓയിൽ കൺസംഷൻ കുറക്കാൻ പറ്റും എന്നുള്ളൊരു അഭിപ്രായം ഉണ്ട് കേട്ടോ. പിന്നെ ഇതും കണ്ടില്ലേ, ഇതും ഓയിൽ ഡിസ്പെൻസറാണ്. ഇത് നമുക്ക് ഫ്രിഡ്ജിൻ്റെ മുകളിലോ, വിനീഗറിൻ്റെ ഡിസ്പെൻസറാണ്. അത് നമുക്ക് ഇങ്ങനെ മെറ്റലായിട്ടുള്ള ഇതിൻ്റെ മേലെ വെക്കാൻ പാകത്തിനാണ്. ഇപ്പോൾ ഫ്രിഡ്ജ് അല്ലെങ്കിൽ അങ്ങനെയുള്ള മെറ്റലിൻ്റെ മേലെ സ്റ്റിക്ക് ചെയ്ത് വെക്കാൻ പാകത്തിനുള്ളതാണ് കേട്ടോ അത്. പിന്നെ ഞാൻ നേരത്തെ കാണിച്ച സെയിം അതിൻ്റെ തന്നെ ഒരു യൂട്ടൻസിൽസ് ഹോൾഡറാണ് ആ ഒരു നേരത്തെ കണ്ടത്. പിന്നെ ഇതിൽ നിന്ന് അവർക്ക് പിന്നെ അത്യാവശ്യമുള്ള എല്ലാം നോക്കിയിട്ട് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഐറ്റംസും, മീൻസ് ഈ ഒരു കളക്ഷനിൽ നിന്ന് എല്ലാം ഓരോന്ന് എടുത്തു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പുതിയ കളക്ഷൻസും അല്ലെങ്കിൽ പുതിയ ഐറ്റംസ് വാങ്ങണമെന്ന് താല്പര്യപ്പെടുന്നവർക്ക് ശരിക്കും ഇങ്ങനെയുള്ള വീഡിയോസ് ഉപകാരപ്പെടുമായിരിക്കും. കാരണം നിങ്ങൾക്ക് പ്രൈസ് ഇവിടെ കാണുന്നുണ്ട്, സാധനങ്ങൾ ഇഷ്ടംപോലെ കാണുന്നത്, അതിൽ നിന്ന് ചൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് പോയിട്ട് ഏതാ ഷോറൂം എന്ന് വെച്ചാൽ അവിടെ പോയി പർച്ചേസ് ചെയ്യാമല്ലോ. അപ്പോൾ അങ്ങനെ പലർക്കും ഉപകാരപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവർക്ക് കുറച്ച് ഹെവി ആയിട്ടുള്ള സ്പാച്ചുലാസ് വേണമായിരുന്നു, വുഡൻ സ്പാച്ചുലാസ്. അതായത് പിന്നെ ബിരിയാണിയൊക്കെ വെക്കുമ്പോൾ നമുക്ക് അരിയൊക്കെ ഇളക്കാനും അങ്ങനത്തെ എല്ലാം, പിന്നെ റൈസ് തിരിച്ചു മറിച്ചിടാൻ വേണ്ടിയിട്ടെല്ലാം കുറച്ച് ഹെവി ആയിട്ടുള്ള ഉള്ളത് തന്നെ വേണമല്ലോ. അപ്പോൾ ഈ ഒരു വുഡൻ സ്പാച്ചുലാസ് എനിക്ക് കുറച്ച് ഹെവി ആയിട്ട് തോന്നി. അങ്ങനെയുള്ള സംഭവങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഇത് ധൈര്യമായിട്ട് വാങ്ങിക്കോട്ടോ. പിന്നെ വെച്ചാൽ അവർക്ക് മെലാമിൻ്റെ ഒരു സെറ്റ് വേണമായിരുന്നു. കഴിഞ്ഞ ദിവസം അവർ 2 ഡിന്നർ സെറ്റ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മെലാമിൻ സെറ്റ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇതൊന്ന് കാണിച്ചു കൊടുത്തതാണ്. പക്ഷേ അവർക്ക് അത് അത്ര താല്പര്യം തോന്നിയിട്ടില്ല. ഇവിടെയാണെങ്കിൽ മെലാമിൻ സെറ്റ്സ് വളരെ കളക്ഷൻസ് തീരെ കാണാറില്ല, ചുരുക്കം കളക്ഷൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. മെലാമിന് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെയുള്ള ഗിഫ്റ്റ് മാർക്കറ്റ്സിലോ അങ്ങനെയുള്ള നോർമൽ ഷോപ്സിൽ പോയി നോക്കണം, അവിടെയാണ് ഈ മെലാമിൻസ് ഉണ്ടാകാൻ. അപ്പോൾ അവരോട് പറഞ്ഞിട്ട് ഞാൻ വേറെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ കാണിച്ചു കൊടുക്കുക എന്നുള്ള രീതിയിൽ പറഞ്ഞു. ഈ ഒരു വുഡൻ ട്രേ ഒക്കെ നല്ല അടിപൊളി ക്വാളിറ്റിയാണ് കേട്ടോ. അവർക്ക് ഒരു വുഡൻ്റെ വേറെ തന്നെ ഒരു സെക്ഷൻ ഉണ്ട്. ആ സെക്ഷൻസിലുള്ള ബൗൾസ് എന്നാണ് ഡിഫറെൻറ്റ് സൈസസിലുള്ള ബൗൾസ് വരുന്നുണ്ട്. പിന്നെ ഇങ്ങനെ ട്രേ, പിന്നെ അത് നമുക്ക് ഫുഡ് സെർവ് ചെയ്യാനുള്ള ട്രേ, അതുപോലെ കേക്ക് സ്റ്റാൻഡ്, അങ്ങനെ എല്ലാം നല്ല കിടിലൻ ക്വാളിറ്റിയാണ്. പക്ഷെ അതുപോലെ പ്രൈസും ഉണ്ട് കേട്ടോ. എന്തായാലും നല്ലപോലെ ലാസ്റ്റ് ചെയ്യും. അങ്ങനത്തെ ഒരു നല്ലൊരു ക്വാളിറ്റി ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ സ്പാച്ചുലാസ് ഞാൻ അവിടെയുള്ള സെറ്റിൽ നിന്ന് പിന്നെ നല്ലത് നോക്കിയിട്ട്, അതായത് അവർ അകത്തുനിന്ന് നല്ല ഫ്രഷ് പീസ് തന്നെ നോക്കി ചൂസ് ചെയ്ത് കൊണ്ടുവന്ന് തന്നു. അവർക്ക് ടോയ്ലറ്റ്സിലേക്ക് പിന്നെ ഇത് ഹാൻഡ് വാഷ്, അതുപോലെ ലിക്വിഡ് ഡിസ്പെൻസേഴ്സ്, പിന്നെ സോപ്പ് ട്രേ, പിന്നെ ഈ ടിഷ്യൂ ബോക്സസ്, അങ്ങനത്തെ എല്ലാം വേണമായിരുന്നു. അപ്പോൾ അതിൻ്റെ സെക്ഷനിലേക്കാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അതിൻ്റെ ഒരുപാട് വെറൈറ്റി ഓഫ് കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഹോം സെൻറ്ററിൽ. എല്ലാം ഇപ്പം ഓഫറിലാണ്. ഞാൻ പറഞ്ഞില്ല, ഹോം സെൻറ്ററിൽ മിക്കവാറും ടൈമിൽ നല്ല ഓഫേഴ്സ് ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുവിധം സമയങ്ങളിലെല്ലാം തന്നെ അവിടെ സെയിൽ കാണാറുണ്ട് കേട്ടോ. അങ്ങനെ അതിൽ നിന്ന് ഒരു 2 സെറ്റാണ് അവർ ചൂസ് ചെയ്തത്. എന്തായാലും നിങ്ങൾക്ക് ഇതൊക്കെ അവർ ചൂസ് ചെയ്ത കൂട്ടത്തിലുള്ള ഓരോന്നാണ് ഞാനിത് കാണിക്കുന്നത്. ഈ ഐറ്റംസ് എല്ലാം തന്നെ പോഴ്സലിനിലാണ് വരുന്നത്. പിന്നെ നല്ല സേഫായിട്ട് പാക്ക് ചെയ്തിട്ടാണ് വിട്ടു കൊടുക്കുക. നമ്മളിപ്പം ഇങ്ങനെ ബൾക്ക് ആയിട്ട് പർച്ചേസ് അവർ എന്താ പറയുക, ഒന്നിച്ചുള്ളൊരു പർച്ചേസ് ആണല്ലോ. അപ്പം അങ്ങനെയുള്ളതെല്ലാം ഡയറക്റ്റ് അവരവരുടെ അഡ്രസ്സിലേക്കാണ് ഞങ്ങൾ അയക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാ സാധനവും അത്ര സേഫ് പാക്കിംഗ് ആക്കിയിട്ടാണ് അയക്കുന്നത്. ഇതുവരെ അയച്ചതിൽ
ആരും ഒരുപാട് സാധനം അയച്ചിട്ട് ചിലപ്പോൾ 1-2 ചെറിയ ഐറ്റംസിന് എന്തെങ്കിലും ഇഷ്യൂ വരാമെന്നല്ലാതെ ബാക്കിയെല്ലാം നല്ല സേഫായിട്ട് എത്തലുണ്ട്. അത്രമാത്രം നല്ല സേഫ് പാക്കിങ്ങിലാണ് ഞങ്ങൾ അവർക്ക് ഡയറക്റ്റായിട്ട് അയക്കുമ്പോൾ ആ സാധനങ്ങൾ അയക്കുന്നത്. അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ ആർക്കും ടെൻഷൻ വേണ്ട. ഈവൻ സെറാമിക്കിൻ്റെ പ്ലേറ്റ്സ് ആയാലും ഇനിയിപ്പോൾ ഗ്ലാസിൻ്റെ ജഗ് അങ്ങനത്തെ പല സാധനങ്ങൾ വരെ ഞാൻ അയച്ചിട്ടുണ്ട്. എല്ലാം നല്ല സേഫായിട്ട് പലരുടെയും കയ്യിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ ആ ഒരു ടെൻഷനൊന്നുമില്ല. അതെല്ലാം നല്ല സേഫായിട്ട് തന്നെ നിങ്ങളിലേക്ക് എത്തും കേട്ടോ. ഇതുപോലെ ഇനിയിപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇങ്ങനെയുള്ള വീഡിയോസ് കണ്ടിട്ടാണ് പലരും എന്നെ വന്ന് കോൺടാക്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഈ രീതിയിലുള്ള പർച്ചേസ് ചെയ്ത് കൊടുക്കണം എന്ന് പറയുന്നത്. അപ്പം മന്ത്ലി ഒരു 1-2 പിന്നെ ആൾക്കാർക്കെങ്കിലും ചുരുങ്ങിയത് ഇതുപോലെ ചെയ്തു കൊടുക്കാറുണ്ട്. എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ഇതിനിടയിൽ നിന്ന് ഇങ്ങനെ കളിക്കുന്നത്. ഭയങ്കര ഇഷ്ടമാണ്. എനിക്കും പുതിയ പുതിയ ഐഡിയാസ് കിട്ടും ഓരോ തവണ ഞങ്ങളിങ്ങനെ ഷോറൂം വിസിറ്റ് ചെയ്യുന്ന സമയത്ത്. അത് എനിക്കെൻ്റെ ആ ഒരു ഐഡിയാസ് എൻ്റെ ബിസിനസ്സിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും പലപ്പോഴും പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം ഞാൻ അത്ര ഭയങ്കര ഇൻട്രസ്റ്റോട് കൂടിയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ജ്യൂസ് ഗ്ലാസസിൻ്റെ സെറ്റ് അതിൻ്റെ റിക്വയർമെൻറ്റ് ഉണ്ടായിരുന്നു. അതായത് ഗ്ലാസും ജഗും ഒന്നിച്ച് വരുന്ന കൈൻഡ് ഓഫ് സെറ്റ്സ്. അപ്പം അതും അതാ ചൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സെറ്റാണ് ഒരെണ്ണം അവർ എടുത്തത്. ഗ്ലാസസിൻ്റെ സെറ്റ് അതും അവർ സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഇതുപോലെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ഗ്ലാസ് കട്ടിംഗ് ബോർഡ്സ്, കളർഫുള്ളായിട്ടുള്ള കട്ടിംഗ് ബോർഡ്സ്. അതിൻ്റെ പിന്നെ ഒരുപാട് കളക്ഷൻസ് ഇപ്പോൾ ട്രെൻഡിയോയിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ സെപ്പറേറ്റ് കളക്ഷൻ ഒന്നിച്ച് ഒരു ലിസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് കൂടി ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാം. വീഡിയോ ഡിസ്ക്രിപ്ഷനിലേക്ക് ആഡ് ചെയ്യാമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ആവശ്യമുള്ളവർ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ. അതുപോലെ ട്രെൻഡിയോളിൻ്റെ ആപ്പില്ലാതെ ഇതൊന്നും നടക്കില്ല. അപ്പോൾ UAE-ലുള്ളവർ അല്ലെങ്കിൽ GCC-ലുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിലുള്ള ലിങ്ക് കൂടി ഞാൻ അവിടെ വെക്കുന്നതായിരിക്കും. അങ്ങനെ ഇത് അന്നത്തെ പർച്ചേസ് കഴിഞ്ഞു. അത്യാവശ്യം വലിയൊരു പർച്ചേസ് തന്നെ അന്ന് നടന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ ബില്ലിംഗ് സെക്ഷനിലേക്ക് ഞങ്ങൾ എത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു ജ്യൂസൊക്കെ കുടിച്ചൊന്ന് റിഫ്രഷ് ആയതിന് ശേഷം നേരെ അടുത്ത ഷോറൂമിലേക്ക് പോയി. അത് OC ഹോമിലേക്കായിരുന്നു പോയത്. അവിടെ പോകുമ്പോഴേക്ക് നമുക്ക് ഏകദേശം ടൈമായിരുന്നു. ഞാൻ മിക്കവാറും ഷോപ്പിങ്ങിന് ഇറങ്ങുന്നത് രാത്രിയാണ് കേട്ടോ. എനിക്ക് ഏറ്റവും നല്ല സമാധാനത്തിൽ ഇറങ്ങാൻ പറ്റുന്ന ആ ഒരു ടൈമിലാണ്. അതായത് ഒരു 8 മണി ടൈമിലൊക്കെ പോയി കഴിഞ്ഞാൽ 10 ആകുമ്പോഴോ അങ്ങനെ തിരിച്ചു വരും. അതും വീക്കെൻഡ്സിലാണ് മിക്കവാറും. ഇനി ഡേ ടൈം പോകുന്നുണ്ടെങ്കിൽ അത് വീക്ക് ഡേയ്സിലായിരിക്കും. ആ ഒരു സമയത്ത് പിന്നെ ഡേ ടൈമിൽ പോയിട്ട് പണികളൊക്കെ തീർക്കും. കാരണം നെക്സ്റ്റ് ഡേ സ്കൂളൊക്കെ ഉണ്ടാകുമ്പോൾ ലേറ്റായിട്ട് തിരിച്ച് വന്നാൽ പറ്റില്ലല്ലോ. അപ്പോൾ ഇത് ഞാൻ ചെയ്തത് വീക്കെൻഡിലായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇതാ നേരെ OC ഹോമിലേക്ക് പോകുന്നുണ്ട്. അവിടെ നിന്നും കുറച്ച് ഐറ്റംസ് പർച്ചേസ് ചെയ്തു. അവിടെയും നല്ല ഓഫർ അപ് ടു 70% ഓഫ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടുത്തെ സാധനങ്ങളും അടിപൊളി ക്വാളിറ്റി സംഭവങ്ങളാണ്. പിന്നെയെന്ന് വെച്ചാൽ കുറച്ച് എക്സ്പെൻസീവാണ് അവിടെ ഓഫറുള്ള സമയത്ത് വാങ്ങുമ്പോൾ ഓക്കെയാണ്. അതല്ലാത്ത സമയത്ത് നോക്കുകയാണെങ്കിൽ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്യാറ് OC ഹോം. കുറച്ച് കാനിസ്റ്റേഴ്സ്, അതുപോലെ സ്റ്റോറേജ് ബോക്സസ്, പിന്നെ അതായത് ഗ്ലാസ് സ്റ്റോറേജ് ബോക്സസ്, പിന്നെ ഫ്രിഡ്ജിലേക്കുള്ള സ്റ്റോറേജ് ഐറ്റംസ്, അങ്ങനത്തേക്കാണ് ഇപ്രാവശ്യം ഇവിടുന്ന് പർച്ചേസ് ചെയ്തത്. അപ്പോഴേക്കും ഏകദേശം ടൈം ആയതുകൊണ്ട് പിന്നെ ഷോപ്പിംഗ് അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു. എന്തായാലും അതിൻ്റെയും ചെറിയൊരു ക്ലിപ്പിങ്സൊക്കെ ഇതാ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ നിങ്ങളും ഒരു ഹൗസ് വാമിംഗ് ഒക്കെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരാളാണ്, നിങ്ങൾക്കും ഇതുപോലുള്ള പ്രോഡക്റ്റ്സ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ 1, 2, 3 ഐറ്റംസ് ഒന്നും എത്തിച്ചു കൊടുക്കുന്നില്ല. പക്ഷെ അതല്ലാതെ കുറച്ചധികം ഐറ്റംസ് വേണം, അല്ലെങ്കിൽ ഒരു മിനിമം പർച്ചേസ് എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്. ആ ഒരു കാറ്റഗറിയിൽ പെടുന്നതാണ് നിങ്ങൾ ഐറ്റംസ് എങ്കിൽ പിന്നെ ഇൻഷാ അല്ലാ എനിക്ക് നിങ്ങൾക്കും എത്തിച്ചു തരാൻ പറ്റും കേട്ടോ. ഈ വക ഐറ്റംസ് എല്ലാം നാട്ടിലേക്ക് ആവശ്യമുള്ളവർക്ക് വന്ന് കോൺടാക്റ്റ് ചെയ്യാം. ചില ക്ലയൻസ് ഉണ്ട് കേട്ടോ, അവർ അത്യാവശ്യമുള്ള ഐറ്റംസ് എല്ലാം നോക്കി, അതായത് ഇവിടെയുള്ള ഓരോ ഷോറൂംസിലുള്ള പുതിയ പുതിയ അപ്ഡേഷൻസ് നോക്കിയിട്ട് വന്നിട്ട് സാധനങ്ങൾ ഇന്നത് വേണം എന്നിട്ട് ഓരോ ലിസ്റ്റ് തരും. അതെല്ലാം ഇതിൻ്റെ എല്ലാം ഇടയിലൂടെ അത് സെപ്പറേറ്റ് ആയിട്ട് അങ്ങനെയും നടക്കുന്നുണ്ട്. അൽഹംദുലില്ലാ. നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം തോന്നുന്നത് അതെന്തായാലും ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ പറയാം. ഓരോ കമൻസും വായിക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്.
ഭയങ്കര ഹാപ്പിയാണ്. ഇൻഷാല്ല ഇനി നെക്സ്റ്റ് ഇനിയും ഞാൻ പറഞ്ഞിട്ടില്ലേ കുറച്ചുകൂടിയും പർച്ചേസസ് ഇവരുടെ ബാക്കിയുണ്ട്. അതിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഐറ്റംസാണ് ഞാൻ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ എന്തായാലും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യും. ഇപ്പോൾ അതാ റീസെൻ്റ്ലി നാട്ടിലേക്ക് ബൾക്ക് സ്റ്റോക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. ആ ഐറ്റംസ് ഒന്നും ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നിട്ടില്ല. അത് സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാനുണ്ട്. പക്ഷെ ഞാൻ വിചാരിച്ചു ഈ ഒരു തിരക്കൊന്ന് കഴിയട്ടെ, അതിന് ശേഷം അത് ചെയ്യാമെന്ന് വിചാരിച്ച് നിൽക്കുക. അപ്പോഴേക്കും ആ സാധനം നാട്ടിലെത്തുള്ളൂ. നാട്ടിൽ ഏകദേശം എത്താറാകുമ്പോൾ വീഡിയോ ചെയ്താൽ എനിക്കും ഈസിയാണ് നിങ്ങൾക്ക് സാധനം അയച്ചു തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും പെട്ടെന്ന് തന്നെ ചെയ്യാം കേട്ടോ. ഡേറ്റ്സും ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് അവർ വാങ്ങിയൊരു ഗ്ലാസ് സ്റ്റോറേജ് ബോക്സാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതിന് 35 dirhams ഉള്ളൂ കേട്ടോ റേറ്റ്. ഓസി ഹോമിലിപ്പം ഓഫർ ആയതുകൊണ്ട്. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം. അൻറ്റിൽ ദെൻ ടേക്ക് കെയർ. താങ്ക് യു.